മഹാദുരന്തത്തിന് തൊട്ടുമുൻപ് ഓടി രക്ഷപ്പെടുകയായിരുന്നു റാഷിദും കുടുംബവും. മലവെള്ളപ്പാച്ചിലിൽ റാഷിദിന്റെ വീടും നിലംപതിച്ചു. മുണ്ടക്കയിൽ നിന്ന് മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, ഒരുപാട് പേർക്കാണ് നമുക്ക് ആ ക്യാമ്പുകളിലേക്ക് ചെന്നാൽ ഒരുപാട് കഥകളാണ്. പല കഥകൾ നമ്മൾ കേൾക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, ഒന്നുമില്ലാതെ നിൽക്കുന്നവർ, ഒരു കുടുംബത്തിൽ, അതായത് ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ ആ കുടുംബത്തിലെ മുഴുവൻ പേരെയും നഷ്ടപ്പെട്ട് അവരെ അന്വേഷിക്കാൻ വേണ്ടി എത്തിയവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സങ്കട കാഴ്ചകളുമാണ് ക്യാമ്പുകളിലുള്ളത്. എന്തൊക്കെയാണ് പറയുന്നത്? ക്യാമ്പുകളിലെല്ലാ സജ്ജീകരണങ്ങളും എല്ലാത്തിലും തൃപ്തരാണോ അവരെല്ലാം? പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മേഖലയിലുണ്ടായ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ എന്നോടൊപ്പം ചേരുകയാണ്. ഈ ആദ്യ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുകൾ ഭാഗത്ത് റിസോർട്ടിൽ അഭയം തേടിയ, അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന റാഷിദ് എന്നയാൾ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. റാഷിദ്, അന്ന് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയത്? അന്ന് ഞങ്ങള് എല്ലാരും കടന്നുറങ്ങിയാണ് ആ സമയത്ത്. മക്കളൊക്കെ ഞങ്ങൾ ആ ഒരു സമയത്ത് ഉറങ്ങിപ്പോയതാ. ഒരു 12 വരെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഈ മഴ ശക്തമാകുമ്പോ എന്തായാലും പ്രാർത്ഥിച്ച ആ ഭീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ മക്കൾ ഉറങ്ങി, പെട്ടെന്ന് എന്തോ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഒരു 1:30 ആവുമ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് എണീച്ച് ഓടുന്നത്. വീടിന്റെ അടുത്ത് തന്നെ ഒരു കപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങള് കിടക്കുന്നിടത്ത് ആ സ്റ്റീൽ കപ്പ്, അത് മക്കൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരുന്നു. ആ കപ്പ് ഇളകുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. ആ ജർക്കിങ്ങിൽ കപ്പ് ഇളകുന്ന കണ്ടിട്ടാണ് എണീച്ച് മക്കളെടുത്ത് ഓടുന്നത്. നേരെ താഴോട്ട് ഓടാനാണ് നിന്നത്. പക്ഷെ അവിടെ താഴെ ഓടുന്ന വഴി ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല മഴയുണ്ട്. അപ്പൊ നല്ല വഴുക്കളുള്ളതുകൊണ്ട് തിരിച്ച് മേലോട്ട് തന്നെ ഓടിക്കേറി, റിസോർട്ടിലോട്ട് തന്നെ ഓടിക്കേറി. റിസോർട്ടിലേക്ക് കയറി അവിടെ എത്തി സമാധാനിച്ച് വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ രണ്ടാമതും പൊട്ടിയപ്പോ ഭയങ്കര ഭീകരമായ സൗണ്ട് ആയിരുന്നു. ഞങ്ങൾ റിസോർട്ടിന്റെ അടുത്ത് തന്നെ നല്ല ജർക്കിങ്ങും നല്ലൊരു ഇളകുന്നൊരു ഫീൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്ക് സൗണ്ട് കേൾക്കുന്ന ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റേക്ക് ഓടി അകന്ന് ആ റിസോർട്ട് പൊട്ടി പോവാന്നുള്ള ചിന്തയില്. പക്ഷെ സമാധാനത്തിന് ആ സമയത്തൊന്നും സംഭവിച്ചില്ല. പിന്നെ ഉള്ള വിഷയം എന്ന് വെച്ചാൽ അവിടെ കൂടുതലും പ്രായമുള്ളവരും രോഗികളും മക്കളൊക്കെ ആർത്ത് കരയിലും വിശന്നിട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ പുലർച്ച ഒരു സമയം 4 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെയും ഒരു ഉരുള് പൊട്ടിയായി. അത് നല്ല സൗണ്ട് ആയിരുന്നു. അതോടെ എല്ലാവരും ആകെ മൊത്തത്തിൽ പാനിക്കായിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നേരം വിളിക്കാൻ കാത്തിക്കുന്ന ആൾക്കാർ എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഇരുട്ടല്ലേ, മൊത്തം ഇരുട്ടാ, സംഭവിക്കുന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ നേരം വിളിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിന്റെ 50 മീറ്റർ പുഴയാണ്. ഇവിടൊക്കെ വീടുകളും അവിടെ 2 പരിചയക്കാരുടെ അയൽവാസികൾ അവരൊക്കെ പോയിട്ടുണ്ട്. ഒന്നും അറിയാൻ പറ്റുന്നില്ല. മൊത്തം പുഴ പോലെ ഒഴുകിയെടുക്കാണ്. അതോടെ മനസ്സാകെ തളർന്നുപോയി. അങ്ങനെ കുറച്ച് ഞങ്ങൾ നിൽക്കുന്ന ഒരു കുന്നും പ്രദേശം. അവിടെ താഴോട്ട് പോയി നോക്കുമ്പോൾ ഞങ്ങളെ പള്ളി, ഞങ്ങളുടെ അയൽവാസികളുടെ വീട്, എന്റെ ഉപ്പാന്റെ വീട് ഒക്കെ തമർന്ന് കിടക്കുക. ഇവിടുന്ന് നോക്കിയാൽ 2 കിലോമീറ്റർ അപ്പുറമുള്ള ചൂരുമല ടൗണ് കാണാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യം ഫുൾ കാടും വീടും സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ നിരന്ന് കിടക്കുന്ന പ്രദേശമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളും ഭാര്യയും മക്കളും ആണ് രക്ഷപ്പെട്ട് ഓടിയതല്ലേ? എങ്ങനെയാണ് ആ സമയത്ത്, എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? ഭയങ്കര ഭീതിയോടെയാണ് കാണുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ കടന്നുറങ്ങുകയാണെങ്കിലും ഈ മഴയൊക്കെ പെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് പേടിയാവുക. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പേടിയായി പോവുക. ഉറങ്ങാനൊന്നും കഴിയുന്നില്ല, കണ്ണു പൂട്ടാൻ തന്നെ കഴിയുന്നില്ല. ആ സമയത്ത് മക്കളെയും കൊണ്ട്, ചെറിയ മക്കളാണെന്നാണ് മനസ്സിലാക്കുന്നത്, മക്കളെയും കൊണ്ട് പെട്ടെന്ന് മനസ്സാന്നിധ്യത്തോടു കൂടി രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല, ഞങ്ങൾ രണ്ടാളും കാല് വിറക്കുകയാണ്. എന്താ വെച്ചാൽ ഒഴുകി വരില്ലേ, ഏത് ഭാഗത്തു കൂടെ വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇരുട്ടല്ലേ, ഒന്നും അറിയുന്നില്ലായിരുന്നു ഞങ്ങൾക്ക്. എവിടെ ഓടേണ്ടത്, എങ്ങോട്ടാ ഓടേണ്ടത് അറിയുന്നില്ലേ. എന്നാലും ഞങ്ങൾ പഠിച്ചവന്റെ സഹായത്തിൽ ഓടി രക്ഷപ്പെട്ടു. മേലോട്ടായം കൊണ്ട് രക്ഷപ്പെട്ടു. താഴേക്ക് വന്നിരുന്നെങ്കിൽ എന്തായാലും ഞങ്ങളും അതിൽ പെട്ടേനെ. റിസോർട്ടിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ചുറ്റും കാണുന്നത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണല്ലേ? നിങ്ങളുടെ പ്രദേശമായ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം എങ്ങനെയാണ് പിന്നീട് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞത്? പിന്നീട് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ട് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് മാധ്യമ പ്രവർത്തകര് കോണ്ടാക്ട് ചെയ്യുകയും കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങളൊരു 2 മണി 3 മണിയോടെ വൈകുന്നേരം 3 മണി വരെ ഒരാളും അങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എത്താൻ ഒരു വഴിയില്ല, പാലും വഴിയൊക്കെ പോയി. ആ സമയം വരെ മക്കളൊക്കെ വിശന്ന് കരയുന്നു. എല്ലാവർക്കും ഔഷധം ഞങ്ങൾ എടുത്തു നിൽക്കുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ഒരു സുഖമില്ലാതെ തളർന്നു പോവുകയും ആ ഒരു സാഹചര്യത്തിലായിരുന്നു. അവസാനം 3 മണിയോടെയാണ് ഞങ്ങളെ ഞങ്ങൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ ഇപ്പുറത്തൊരു അമ്പലമുണ്ട്, അതിന്റെ അടുത്തായിട്ട് ഒരു റോഡുണ്ട്, മദ്രസ ഉണ്ട്. അതിൽ കൂടെ ഒരു കാട് പോലെ പ്രദേശം, അതിൽ കൂടെ NDRF സംഘം വന്നിട്ട് ഞങ്ങൾ
അപ്പുറത്ത് കടത്തിയിട്ട് ആ കാട് കൂടെ കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ കുറച്ച് റോഡ് ബാക്കിയുണ്ട്. അവിടെ ജീപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഓടുന്ന ജീപ്പ് ഉണ്ട്. ആ ജീപ്പ് അതിനുള്ളിലാണ്. അപ്പൊ ആ ജീപ്പ് അങ്ങോട്ട് 1 കിലോമീറ്ററോളം ചൂരുമലയ്ക്ക് എത്തിച്ച് പിന്നെ അവിടുന്ന് ഞങ്ങളെ പിന്നെ താൽക്കാലിക 2 കമ്പിട്ട് പാലുണ്ടാക്കിയിരുന്നു. ആ പാലത്തിൽ കൂടെ ഞങ്ങൾ ഈ മക്കളെ ചൂരുമലക്ക് അപ്പുറത്ത് കടത്തിയിരുന്നു. അവിടുന്ന് നേരെ ആംബുലൻസിലാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മുണ്ടക്കൈ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ പോയിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ വീടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത വീടുകളൊക്കെ നാമാവശേഷമായി കഴിഞ്ഞ് നിലം പതിച്ച അവസ്ഥയാണ്. ഭാഗ്യത്തിന് മാത്രം രക്ഷപ്പെട്ടു അല്ലെ? അന്നേരം സംയോജിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രം ഇന്നിപ്പോ ഇവിടെ നിൽക്കുകയാണ് അല്ലെ? അന്നൊരു തരിപ്പായിരുന്നു, ദേഹം മൊത്തം വിറക്കാണ്, ഒന്നും സംഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മക്കള് ഉറക്കത്തിൽ ശരിക്കും എണീച്ചിട്ടില്ല. ആ ഒരു ഉറക്കത്തിന്റെ മയക്കത്തിലാണ്. ഓരോ മുഖം നോക്കുമ്പോൾ എന്താ ചെയ്യാന്നുള്ള ആ ഒരു പെട്ടെന്നുള്ളൊരു എടുത്തിട്ട് ആ ഒരു സമയത്ത് തോന്നലുകൊണ്ട് വലിച്ചോടിയതാ. ഉറങ്ങി എണീച്ചിട്ട് പോലില്ല മക്കള്, നടക്കാൻ പറ്റുന്നില്ല. വലിച്ചോടിയാ ചെയ്ത്. വലിച്ചോടി മഴ കൊണ്ട് പുറത്ത് മഴ, നല്ല ശക്തമായ മഴ. ആ മഴ കൊണ്ടപ്പോഴാണ് അവർക്ക് ഉണർവ് വരുന്നത്. ചെരുപ്പില്ല, പിന്നെ ചെറിയ മക്കൾ ട്രൗസർ മാത്രം ഇട്ടിട്ടുള്ളത്. ഞാൻ മുണ്ട് മാത്രം ഇട്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ മേലെ റിസോർട്ടിൽ നിന്ന് പിന്നെ കിട്ടിയ വസ്ത്രങ്ങളും ഒക്കെ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചതൊക്കെ. തീർച്ചയായും ആ തരത്തിലാണ് ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങളാണ് ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.